ിലൂടെ തങ്ങളുടെ കൊച്ചുകൂട്ടുകാർക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന്റെ സന്തോഷത്തിലാണ് കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കഴിഞ്ഞ 365 ദിവസം മനസ്സിൽ താലോലിച്ച സ്വപ്നം പൂർണ്ണരൂപത്തിൽ സാക്ഷാത്കരിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കോഴിക്കോട് ഹിമായത്തുൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കിടപ്പാടമില്ലാത്ത തങ്ങളുടെ 2 കൂട്ടുകാർക്ക് കൊച്ചു വീടൊരുക്കാനുള്ള തീരുമാനം സഫലീകരിക്കപ്പെടുകയാണ്. വീടിന്റെ തറ നിർമ്മാണം മുതൽ പെയിന്റിംഗ് വരെയുള്ള മുഴുവൻ ജോലികളും വിദ്യാർത്ഥികൾ മാത്രം പൂർണ്ണമായും ചെയ്തുവെന്നത് ഇവർക്ക് കൂടുതൽ ആവേശം നൽകുന്നു. കഴിഞ്ഞ 1 വർഷമായി അവധിക്കാലവും മറ്റ് ഒഴിവു ദിനങ്ങളും 2 വീടുകൾക്കായി ഇവർ നീക്കിവച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മള് കഴിഞ്ഞ ഡിസംബറിലായിരിക്കും ഏകദേശം ഇതിന്റെ പണി ഫസ്റ്റായിട്ട് തുടങ്ങിയിട്ടുണ്ടാവാം. അത് പറഞ്ഞാൽ ഇതിന്റെ ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ പൂർണ്ണമായ ഒരു പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. തറ ഇടുന്ന മുതൽ പെയിന്റ് അടി, വൈറ്റ് സിമെന്റ് അടിച്ചത് മുതലായ എല്ലാ പണിയിലും കുട്ടികളുടെ ഒരു പങ്കാളിത്തം ഉണ്ടാവും. അത് കുട്ടികൾ നിർമ്മിച്ച ഒരു വീടാണ്. 5 ലക്ഷത്തോളം രൂപ നിർമ്മാണ സാമഗ്രികൾക്കും 2 ലക്ഷം രൂപയുടെ വിദ്യാർത്ഥികളുടെ അധ്വാനവും കണക്കാക്കിയാൽ 7 ലക്ഷം രൂപയാണ് 2 വീടിന്റെയും നിർമ്മാണ ചെലവ്. സർക്കാരിന്റെ സുരക്ഷാ ഭവന പദ്ധതിയിൽ നിന്നും ഒരു വീടിന് 25,000 രൂപ ലഭിച്ചതൊഴിച്ചാൽ ബാക്കി മുഴുവൻ തുകയും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് പിരിച്ചെടുത്തതാണ്. വീടുകളുടെ താക്കോൽദാനം സാമൂഹ്യക്ഷേമ മന്ത്രി MK മുനീർ നിർവഹിക്കും. സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് വീടിന്റെ നിർമ്മാണം നടത്തിയത്. 2009-2010 വർഷത്തെ മികച്ച NSS യൂണിറ്റിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച ഇവർ ഇത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുണ്ട്. കൂട്ടുകാരനൊരു കൂട് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയത്. നമ്മുടെ സ്കൂളിൽ തന്നെ 1 മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള വീട് നിർമ്മാണമാണ് ഇതിലെ ഒരു വീട്. രണ്ടാമത്തെ വീട് ഇതേപോലെ ഈ പ്രദേശത്തെ ഒരു നിർധനനായ ഒരു കുടുംബത്തിന് വേണ്ടിയുള്ള 2ാമത്തെ വീട്. ഈ 2 വീടിന്റെയും പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടായിരുന്നതാണ്, NSS വളണ്ടിയർമാരുടെ സഹകരണം ഉണ്ടായിരുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സഹജീവി സ്നേഹവും സഹാനുഭൂതിയും പറ്റിയിട്ടില്ലാത്ത ഒരു പുതുതലമുറ വളർന്നു വരുന്നുണ്ടെന്ന് ഇവർ നമുക്ക് പ്രത്യാശ നൽകുന്നുണ്ട്. ഇത്തരം മാതൃകകൾ ഇനി വളർന്നു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. 100 കരങ്ങളും സഹായിക്കാനുള്ള ഒരു മനസ്സും ഒത്തുചേരുമ്പോൾ കിടക്കാനില്ലാത്ത 2 കുടുംബങ്ങളുടെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. കോഴിക്കോട് ക്യാമറമാൻ AV ഷാജ്കുമാറോടൊപ്പം വി രഞ്ജിത്ത്, സൂര്യ ന്യൂസ്.